ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ മീഷോന്ന് കുറച്ച് ജ്വല്ലറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി യൂസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടിയാണ്. ജ്വല്ലറി ഐറ്റംസ് അതിൻ്റെ കൂട്ടത്തിൽ ബാഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ബാഗുകളൊക്കെ ഉണ്ട്. ഒരു ബാഗുകളല്ല ഒരു ബാഗും കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ അത് നോക്കി പർച്ചേസ് ചെയ്യുക. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫസ്റ്റ് ജ്വല്ലറി സെറ്റ് എന്ന് പറയുന്നത് മാല പെയറാണ് കേട്ടോ. ഇതാണ് ഒന്ന് ഐറ്റം. ഇത് 2, പിന്നെ ഇതൊരു ചുട്ടി, 2 കമ്മൽ. ഇത്ര ഐറ്റംസാണ് കേട്ടോ. ഇത്ര ഐറ്റംസ് വാങ്ങിയിട്ടുണ്ട്. ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിള്ളേർക്ക് ഇട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതി വാങ്ങിയതാണ്. ഇത് വന്നിട്ട് നമ്മുടെ എന്താ പറയുക, ചോക്കറാണ്. നല്ല ഭംഗിയുള്ള ചോക്കറാണ് കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് ഇതിന് കളർ പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. സ്റ്റോണൊന്നും പോയിട്ടില്ല. എല്ലാം നല്ല ഐറ്റം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് ഒരു ഐറ്റം. നല്ല വൈറ്റ് പേളിലും മറ്റേ ഡയമണ്ടാണ് അതിൽ കംപ്ലീറ്റ് വർക്ക് വന്നേക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ വന്നേക്കണ ഇത് വന്നിട്ട് ലെയർ മാലയാണ് കേട്ടോ. ഇതാണ് വേറൊരു ഐറ്റം. ഇതിൽ നമ്മുടെ ചോക്കറിൻ്റെ എൻഡിൽ കണ്ട സെയിം വർക്ക് തന്നെ 2 സൈഡിലും കൊടുത്തിട്ട് ലെയറായിട്ട് വന്നേക്കുകയാണ്. ലെയർ വന്നേക്കുന്നത് 5 ലെയറാണ് വന്നേക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് സിംഗിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. നമുക്ക് ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുണ്ട്. പേളിൻ്റെ ഇടയിൽ എന്താ ഗോൾഡൻ ഷെയ്ഡിലുള്ള സ്മോൾ ആയിട്ടുള്ള ബീഡ്സാണ് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഈ ഷേപ്പിലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. കണ്ടോ, ഇതാണ് അടുത്ത മാല. ഇതിൻ്റെ കൂടെ ഇതുപോലെ ഒരു ചുട്ടിയും കൂടി തന്നിട്ടുണ്ട്. ചുട്ടി സെയിം തന്നെ. എല്ലാത്തിനും മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. തന്നെ ഈ സെയിം ആണ്. ഇതിന് ബാക്ക് സൈഡ് ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരു പ്രോബ്ലംസും ഞാൻ യൂസ് ചെയ്തിട്ട് ഇതുവരെ ഒരു പ്രോബ്ലംസും വന്നില്ല. 2-3 ടൈംസ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ നല്ലതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിവ്യൂ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തു. ഇതാണ് ഒരു ഐറ്റം. ഇത് പെയറായിട്ട് തന്നെ നല്ല 2 കമ്മലുകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ബാക്കിൽ ഇതുപോലത്തെ ബട്ടണൊക്കെയാണ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള, എന്നാൽ വലിയ ഹെവി വെയിറ്റ് ഒന്നുമല്ല, സാധാ വെയിറ്റ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ വലിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവാറുണ്ടല്ലോ. ഇത് അത്രയും വെയിറ്റ് ഇല്ല കേട്ടോ. നല്ല ഭംഗിയുള്ള ഇതാണ് നമ്മുടെ ഒരു സെറ്റ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 245 രൂപയാണ് കേട്ടോ. ടോട്ടൽ 245 രൂപയ്ക്ക് ചോക്കറും അതുപോലെ നമ്മുടെ ഈ സംഭവവും എന്താ പറയുക ലെയർ മാലയും അതുപോലെ നമ്മുടെ ചുട്ടി 2 കമ്മൽ, ഇത്ര ഐറ്റംസ് 245 റുപ്പീസിന് കിട്ടിയിട്ടുണ്ട്. ഓഫറൊക്കെ വരുമ്പോൾ അതിലും കുറവ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ഐറ്റം. നെക്സ്റ്റ് ജ്വല്ലറി ഐറ്റം എന്ന് പറയുന്നത് 3 മോതിരങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള റിങ്സാണ്. 3 ടൈപ്പിലാണ് വന്നേക്കണത് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഇതുപോലെ പേളും ഇതുപോലത്തെ ബിഗ് സ്റ്റോൺസും ആണ് വന്നേക്കണത്. നല്ല ഭംഗിയുണ്ട്. ഇടുമ്പോഴൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് 3 സെറ്റായിട്ടാണ് കേട്ടോ. സിംഗിളായിട്ടും ഉണ്ട്, അതുപോലെ 2 സെറ്റായിട്ടുണ്ട്, 3 സെറ്റായിട്ടുണ്ട്. നമുക്കിത് ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഒരെണ്ണം. അതുപോലെ ഇത് നെക്സ്റ്റ് വൺ വന്നിട്ട് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ള നല്ല ഇച്ചിരി കൂടി ബിഗ് ആയിട്ടുള്ള ഫുൾ സ്റ്റോൺ വർക്കാണ്. ഒന്നും പോയിട്ടൊന്നുമില്ല. ബാക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ടൈപ്പ്. അടുത്ത റിങ്ങാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു റേറ്റിനൊക്കെ നമുക്ക് പുറത്തുനിന്ന് കിട്ടാന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിന് തന്നെ എന്തായാലും 3 റേറ്റ് വരുന്നുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വെൽഡ് ചെയ്തേക്കാണ് ഈ സംഭവത്തെ. ഈ റിങ്ങയിൽ ഈ സംഭവം വെൽഡ് ചെയ്തേക്കാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകില്ല. ഉള്ളിലേക്ക് വെൽഡ് ചെയ്ത് വെച്ചേക്കണോണ്ട് തന്നെ ഇതാണ് നമ്മുടെ ഒരു ഐറ്റം. ഇതിൻ്റെ കൂടെ കിട്ടിയത് കുറച്ചും കൂടി ഉള്ളിലേക്ക് കർവ് ഷേപ്പിൽ പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പിൽ തന്നെ. അത്രയും വൈഡല്ല, എന്നാൽ തന്നെയും ആവശ്യത്തിന് റൗണ്ട് ആയിട്ടുള്ള സെയിം തന്നെ. നമുക്കിതുപോലെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതാണ് ഈ 3 ഐറ്റംസാണ് ഒരുമിച്ച് കിട്ടിയേക്കണത്. ഇതിൻ്റെ ഈ 3 കൂടി കിട്ടിയ റേറ്റ് വന്നിട്ട് 160 ആയിരുന്നു കേട്ടോ. ഓഫറൊക്കെ കഴിയുമ്പോൾ പിന്നെയും അതിൻ്റെ റേറ്റ് കുറയുന്നുണ്ട്. ഇത് നോർമൽ MRP ആണ് അവർ കൊടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഐറ്റം. ഇതും നല്ലതാണ് കേട്ടോ. ഞാൻ റിവ്യൂ ആണ് എല്ലാത്തിനും പറയണത്. ഇതും യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അടുത്തത് വന്നിട്ട്
നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ടൊരു ബാഗാണ്, ഒരു പാർട്ടി വെയർ ക്ലച്ചാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്താ പറയുക, ബേജ് കളർ അല്ലെങ്കിൽ ക്രീം കളറിൽ ഇതിൽ ഇതുപോലെ സീക്വൻസ് അല്ല, നമ്മുടെ ഇതുപോലത്തെ ഗ്ലേസിങ് ഒക്കെ വരുന്ന ടൈപ്പിലുള്ള നല്ലൊരു ബാഗാണ് കേട്ടോ. അതിന് വന്നേക്കുന്നത് ഒരു ചെയിനാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു സിംഗിൾ അറയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു സിംഗിൾ അറയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ശരിക്കും ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് പറ്റിയ സാരിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകൾക്കൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ്. ഇതിന് ഒരു ഫോൾട്ട് എന്ന് പറയാനുള്ളത്, ഈ ചെയിൻ വളരെ തിന്നാണ്. ചെയിൻ ഇത്രയും യൂസ് ചെയ്തിട്ടും കളറൊന്നും അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല, പക്ഷേ ഈ ചെയിൻ വിട്ടു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിലിങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത് വെയിറ്റ് വന്നതിനനുസരിച്ച് ജസ്റ്റ് മൊബൈൽ മാത്രം ഇടണുള്ളൂന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോയ്ക്ക് മാത്രമായിട്ട് വെക്കുമ്പോൾ ഇതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ എന്തെങ്കിലും ഹെവി ആയിട്ട് എന്തെങ്കിലും ഇതിനകത്ത് ക്യാരി ചെയ്താൽ എന്തായാലും ഇത് പൊട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ചെയിനിന് മാത്രം കുറച്ച് തിന്നായതുകൊണ്ടുള്ള പ്രോബ്ലമാണ് കേട്ടോ. ഇതിന് ഇറക്കം എന്ന് പറയുന്നത് നമുക്കിതാ ഇവിടെ ലെങ്ത്ത് വരുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം വരെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഇതാണ് ഒരു പ്രോഡക്റ്റ്. ഇതിൻ്റെ കൈ വർക്ക് ഗ്ലേസിങ് ഒന്നും ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഇതങ്ങനെ പോകുന്ന ടൈപ്പുമല്ല. കളറും നല്ല കളർ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ബെൽറ്റ്, ഈ ഒരു ചെയിൻ മാത്രമേ പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതുവരെ. അതും ഒരു സീനായിട്ട് എടുക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സംഭവം നമ്മൾ ഉള്ളിലേക്ക് വെയിറ്റ് ഒന്നും കൊടുക്കണില്ലെങ്കിൽ അതിനെ കൊണ്ടൊരു കുഴപ്പമില്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 187 രൂപയുള്ളൂ കേട്ടോ. ഓഫർ എല്ലാം കഴിയുമ്പോൾ പിന്നെയും കുറയണുണ്ട്. 187 രൂപയ്ക്ക് ഇതുപോലൊരു ക്ലച്ച് കിട്ടുകയെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു വർത്തായിട്ടാണ് കേട്ടോ തോന്നിയത്. ഇനി നമുക്ക് ഇത് എൻ്റെ മോൾക്ക് വേണ്ടി വാങ്ങിയ ഒരു ക്രൗൺ ആണ് കേട്ടോ. ഇതിന് ഫുള്ള് സ്റ്റോൺ വർക്ക് തന്നെ വന്നേക്കണതാണ്. ഹെയർ ബാൻഡ് പോലെ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റും. സാധാരണ ഉള്ളത് ഇങ്ങനെ ഇരിക്കില്ലല്ലേ, ഇങ്ങനെ ഇരിക്കണേക്കാളും നല്ലത് ഹെയർ ബാൻഡായിട്ട് ഇങ്ങനെ ഇറക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു ഇതാണ് കേട്ടോ. ഇതും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കമ്പിയാണ്, ഫുൾ മെറ്റലാണ് കേട്ടോ. ഇവിടെയും വന്നേക്കുന്നത് ഫുൾ മെറ്റൽ തന്നെയാണ്. ഇതിൽ കംപ്ലീറ്റ് വന്നേക്കുന്നത് സ്റ്റോൺ വർക്കാണ് കേട്ടോ. സ്റ്റോണൊന്നും പോയിട്ടില്ല, ഇത്രയും യൂസ് ചെയ്തിട്ടും സ്റ്റോണൊന്നും പോയിട്ടില്ല. ഇതും നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 155 ആണ്. ഓഫറൊക്കെ കഴിയുമ്പോൾ പിന്നെയും കുറയുന്നുണ്ട്. ഇപ്പോൾ ഇത് 155 ആണ് നിലവിൽ ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതുപോലൊരു ഹീൽസാണ് കേട്ടോ, ഷൂ ആണ്. ഇതിൻ്റെ കളർ വന്നിട്ട് റോസ് ഗോൾഡ് കളറിൽ വന്നിട്ടുള്ള ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഹീൽസാണ് കൊടുത്തേക്കുന്നത്. ഇത് മെറ്റീരിയൽ വന്നിട്ട് സിന്തറ്റിക് ആണ് കേട്ടോ. നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 333 രൂപയാണ്. ആ ഒരു റേറ്റിന് ഏതായാലും ഇത് വരിക എന്ന് പറയുമ്പോൾ വേർത്താണ്. എന്നാൽ എന്താ പറയുക, അത്ര വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പുറമേ നിന്ന് നോർമലി വാങ്ങുന്ന ടൈപ്പ് അത്രയും ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. ഉള്ളിലേക്ക് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെയൊക്കെ മടക്കൊക്കെ വീഴുന്നുണ്ട്, ഉള്ളിലേക്കും ചെറിയൊരു ഇതൊക്കെ തോന്നണുണ്ട്. എന്നാൽ തന്നെയും കുഴപ്പമില്ല, നമുക്ക് ഒരു യൂസ് ചെയ്യാൻ പറ്റും. ഒരു 3-4 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിന്യൂസ് ആയിട്ടാണെങ്കിൽ, ഫങ്ഷനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ. ഇതാണ് ഒരു ഐറ്റം. അതും നമുക്ക് ആ ഹീൽസ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ഹീലായിട്ടൊന്നും നമ്മൾ ഫീൽ ചെയ്യണില്ല. എന്താ പറയുക, ഒരു 1.5-2 ഇഞ്ചിൻ്റെ അത്ര വലിപ്പം തന്നെ വരുന്നുണ്ട് കേട്ടോ. ബ്ലോക്ക്ഡ് ഹീലായതുകൊണ്ട് തന്നെ വേറെ പ്രിൻറ്റും വർക്കുകളൊന്നും ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള എന്നാൽ ഇച്ചിരി ഗ്ലേസിങ് ഉള്ള സിന്തറ്റിക് മെറ്റീരിയലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ബാക്കിൽ വരുന്നത് ഇതുപോലെ ഒരു മെറ്റീരിയലാണ്. ഇതും കുഴപ്പമൊന്നുമില്ല, നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇത്രയാണ് നമ്മൾ മീഷോന്ന് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയ സെറ്റ്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആവശ്യമുള്ളവർ വാങ്ങിച്ചോളാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലെ സാധനങ്ങളെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അസ്സലാമു അലൈക്കും, ബൈ.